Hi all, welcome to Trial Business. It's me, Shamsad PK. Trial Business ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗൂഗിൾ ഷീറ്റ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചുമാണ്. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സൽ എന്താണെന്നുള്ളതും എക്സൽ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളതും ഒരു സംരംഭകനെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ സംരംഭകർക്കും ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ് എക്സൽ എന്ന് പറയുന്നത്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റും എക്സലിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ്. മാത്രമല്ല ഈ ഗൂഗിൾ ഷീറ്റിന് ഒട്ടനധികം മറ്റ് ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. എക്സൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ആ എക്സൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിൽ മാത്രമാണ് നമുക്ക് അതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു ഗൂഗിൾ ഷീറ്റ് അതുപോലെയല്ല. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഗൂഗിൾ എന്നുള്ളത് നമുക്കറിയാം ഒരു ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഈ എക്സൽ സംവിധാനം പോലെയല്ല, ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നുകൊണ്ടും ഈ ഷീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് സൈൻ ചെയ്യുന്ന എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഗൂഗിൾ ഷീറ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഷീറ്റ്. അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതും ജസ്റ്റ് സ്ക്രീനിലൂടെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൂഗിളിൻ്റെ ഡാറ്റ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് നിർബന്ധമാണ്. ഗൂഗിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് ആകെ വേണ്ടത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ഡാറ്റ ഷീറ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നോക്കാം. ഷീറ്റ്സ് എന്ന് കാണുന്ന ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഡാറ്റ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡാഷ്ബോർഡിലേക്ക് പോകും. ഇവിടെ പുതുതായിട്ടൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ ബ്ലാങ്ക് അഥവാ ഈ പ്ലസ് ബട്ടൺ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷീറ്റ് ഓപ്പൺ ആയി വരും. നോർമലി നമ്മളുടെ എക്സൽ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റായ എക്സൽ എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗൂഗിൾ ഷീറ്റും പ്രവർത്തിക്കുന്നത്. എക്സലിൻ്റെ എല്ലാ ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റിലുണ്ട്. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലൗഡ് ഡാറ്റാബേസിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ സിസ്റ്റത്തിൽ മാത്രമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിക്കോട്ടെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഡീറ്റെയിൽ ആയിക്കോട്ടെ, എന്തായാലും ഈ ഷീറ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് കൊടുത്തിട്ടുള്ളവർക്കെല്ലാം അത് ലഭ്യമാവുന്ന രീതിയിലാണ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എക്സൽ പോലെ തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സലിൻ്റെ ഇതിലുള്ള ഫങ്ഷനും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഈ ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അത് എത്രത്തോളം ഒരു സംരംഭകന് ഉപയോഗപ്രദമാവും എന്നുള്ളതും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് ബ്ലോഗായിട്ട് നമ്മൾ ട്രാവൽ ബിസിനസ് ബ്ലോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു.